ഹലോ നമസ്കാരം സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൂ കാണുന്നുണ്ടല്ലോ അല്ലേ, കാട്ടിൽ നടക്കാൻ പോയപ്പോൾ ഒരു പൂ കിട്ടിയതാണ്. ഇന്നലെ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ട വരെ പോയിട്ടുണ്ടായിരുന്നു, മാനസികാരോഗ്യ കേന്ദ്രം. അപ്പോൾ ഞാനും മെഡിസിനെ കഴിക്കുന്നുണ്ട്, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്. നിങ്ങളാരും അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോയി വാങ്ങി കഴിക്കരുത്, കാരണം അതൊരു ഡേഞ്ചറസ് ടാബ്ലറ്റാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ പാതി മരണം സംഭവിക്കുന്നു. ആൽഫ ബീറ്റ ഗാമ, ഡീപ്പ് സ്ലീപ്പ്, ഡെഡ് മാറ്റർ. നമ്മൾ മരിച്ചില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് ഞാൻ അങ്ങനെ സംബോധന ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ് ചെയ്യുക. മണി മേക്കിംഗ് ഐഡിയാസ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാറ്റ്സ് ഉണ്ടല്ലോ, വാറ്റ്സ് വാങ്ങുക, 150 രൂപ എന്താ കിട്ടും. എന്നിട്ട് ഓരോ അച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് മെഴുകുതിരി തിരുനൂല് വെച്ചിട്ട് നൂല് ഉപയോഗിച്ചിട്ട് മെഴുകുതിരി ഉണ്ടാക്കിയിട്ട് ഒരു ലൈസൻസൊക്കെ എടുക്കുക പഞ്ചായത്തിൽ നിന്ന്. എന്നിട്ട് ബാഗിലോ സഞ്ചിയിലോ ആക്കിയിട്ടൊക്കെ പോയിട്ട് വിൽക്കുക. അപ്പോൾ നല്ല തണുപ്പുണ്ടേ, അപ്പോൾ വൃഷിയൊക്കെ ആയല്ലോ. ഇന്നലെ ഒരു ചാറ്റൽ മഴ പെയ്തു ഇവിടെ. നിങ്ങളവിടെ പെയ്തെന്ന് അറിയില്ല. അത് സ്ഥലം പാലക്കാട് തേങ്കുറിശ്ശി 671 ആണ്. എൻ്റെ പേര് അമ്പാടി ബ്രോ എന്നാണ്. എനിക്ക് അമ്പാടി എന്നുള്ള പേര് പിടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര പിടിക്കില്ല എന്ന് തന്നെയാണ്. സെക്കൻഡ് നെയിം ശിവദാസ്. പിന്നെ ഒരു മിനിറ്റ്, എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കണം. ഇവിടെ ഇത് അമ്പലമാണേ, ഞങ്ങളുടെ തറവാട്ടമ്പലേ. 4408 മന്ത്രമൂർത്തികളും പഠിച്ച് സേവിച്ച മുത്തച്ഛൻ. ഈ ജയസൂര്യക്കൻ്റെ പ്രേതം എന്ന സിനിമയിലൊക്കെ ഒരു വിഗ്രഹം ഇങ്ങനെ വരുമല്ലോ, അതുപോലത്തെ ഒരു വിഗ്രഹം വെച്ചിട്ട് ഈ വീട്ടിന് ഈ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ലോകവരുമേ ശ്രീ വിഷ്ണു, നമോ ഭഗവതി വാസുദേവ നമ, പിന്നെ കണ്ടാമുത്തൻ, കണ്ടാകർണ സ്വാമി, അങ്ങനെ അവരൊക്കെ ഉണ്ട്. കറുപ്പസ്വാമി, അവരൊക്കെയാണ്. പിന്നെ അധർമ്മം, ധർമ്മം, അങ്ങനെ സത്യൻ, ശിവൻ, സുന്ദരൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനും മണി മേക്കിംഗ് ഐഡിയാസ്, അതുപോലെ അത് നമുക്ക് ബ്ലോഗിലൂടെ പൈസ ഉണ്ടാക്കാം. ബ്ലോഗ് എഴുതുക, ആർട്ടിക്കിളൊക്കെ, നിങ്ങളുടെ ഓൺ വേർഡ്സ്, നിങ്ങളൊരു എന്തെങ്കിലുമൊക്കെ നോട്ട്സോ അല്ലെങ്കിൽ കുറി, എങ്ങനെ ഹൗ ടു മേക്ക് നൈസ് ഡിഷസ് എന്ന് പറയുന്ന ബുക്സുകളൊക്കെ വായിക്കുക. ഹൗ ടു മേക്ക്, എങ്ങനെ പുതിയ പാചക രീതികൾ, തനി രുചി, ഇത് നിങ്ങൾക്കറിയുന്ന രുചികൾ, അതൊരു കണ്ടൻ്റായിട്ട് ഒരു സ്ക്രിപ്റ്റായിട്ട് നോട്ട്ബുക്കിലോ നിങ്ങളെ നോട്ട് പാഡിലോ എഴുതി വെച്ചിട്ട് അത് ടൈപ്പ് ചെയ്ത് ഓൺ വേർഡ്സിൽ എഴുതുക. ഗ്രാമർ ചെക്ക് ചെയ്യുക. അൽഗരിസം, പ്ലേഗറിസം, കോപ്പി റൈറ്റ് ഇല്ലാണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 പോസ്റ്റ് വെച്ച് അപ്ലോഡ് ചെയ്യുക ആഴ്ചയിൽ. 10 അപ്പോൾ ഒരു മാസം, ഒരാഴ്ചയിൽ ഒരു 10 പറയുമ്പോൾ ഒരു മാസം 4 ആഴ്ചയുണ്ട്. അപ്പം എത്രയായി? 10 40 പോസ്റ്റായി. നമുക്ക് ആഡ്സെൻസിനെ അപ്ലൈ ചെയ്യാം. അവർ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു റീപ്ലൈ അയക്കും. നിങ്ങൾ മണി മേക്കിംഗ്, പോക്കറ്റ് മണി ഉണ്ടാക്കാൻ നിങ്ങൾ സന്നദ്ധരായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, അതായത് നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇത് റെക്കോർഡാണോ നോക്കുകയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണട എടുത്തിട്ടില്ല, കണ്ണട അവിടെയാണ്. തൃശ്ശൂർ ഞാൻ കാറ്ററിങ്ങിന് പോയി സ്ലാങ് പഠിച്ചാണ്. ഇന്നലെയും തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ നിന്ന് പടിഞ്ഞാറക്കോട്ട അവിടെ പോയി ഡോക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ എൻ്റെ ചാനലിനെ കുറച്ച് നേഴ്സുമാർ, നമ്മുടെ മാലാഖമാർ, അവരുമായി സംസാരിച്ചു, ചാനൽ നെയിമൊക്കെ പറഞ്ഞു കൊടുത്തു. ഡോക്ടേഴ്സ് നല്ല സപ്പോർട്ടാണ്.
എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ ബൈപ്പോളർ ഡിസോർഡർ ആണ് ഇപ്പോഴത്തെ അസുഖം. ഞാൻ പഠിച്ച് എടുത്ത ഒരു കോഴ്സാണ്. പെട്ടെന്ന് BP കൂടുമ്പോൾ ടെൻഷനാവും, ചൂടാവും. അപ്പം നമ്മൾ അപ്പോഴും പീസ് മൊമെൻറ്റിൽ തന്നെ നടന്നു പോകും. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. ആരെ കണ്ടാലും പെട്ടെന്ന് സർ എന്ന് വിളിക്കും. പിന്നെ ഏട്ടാ ചേട്ടാ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യുക, മുന്നോട്ട് പോവുക. ചാനൽ ചുരുക്കി വരെ പാർട്ടായിട്ട് ഇടുക. അപ്പോൾ ബ്ലോഗിലൂടെ നമുക്ക് മണി മേക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെ ബ്ലോഗിലൂടെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവർ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുക. ഒട്ടനവധി യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ പറഞ്ഞു തരാൻ. അവർ നിങ്ങളുമായി സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഒരു നല്ലൊരു മുന്നേറ്റത്തിൽ നിങ്ങൾക്ക് പഠന ചിലവിനും വീട്ടു ചിലവിനും വീട്ടിലൊരു വെറുതെ ഇരിക്കാതെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ഓഫ്ലൈനിലൂടെ എങ്ങനെ മണി മേക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് ഓർത്ത് നോട്ട് പാഡിൽ നോട്ട് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഒരു ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ഒരു ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഒരു ടാലി ആവും. അതാണ് കമ്പ്യൂട്ടർ പഠിക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. എല്ലാം എളുപ്പം തന്നെ, ശ്രദ്ധിച്ചാൽ മതി. ലിസൺ ഹിയർ. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ നമ്മുടെ മൈൻഡിൽ തെളിയും. കാരണം അവർ ചോദിക്കുന്നതിൽ തന്നെ ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. മുന്നോട്ട് പോകുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധയോടെ ലിസൺ ഹിയർ. ഓറഞ്ച്, റെഡ്, ഗ്രീൻ ഓർ റെഡ്, ഓറഞ്ച്. ശ്രദ്ധ. ഇല്ലെങ്കിൽ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട്, ഓറഞ്ച് കത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, റെഡ് കത്തിക്കുന്ന അവിടെ നിൽക്കുക, സ്റ്റോപ്പ് ചെയ്യുക, കുറച്ച് നേരം ശ്രദ്ധാപൂർവം ലിസൺ ഹിയർ. ചുറ്റും വാച്ച് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ചുറ്റും പരിസ്ഥിതിയെ മറ്റുള്ളവരെയൊക്കെ നോക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവരേത് ദിശയിലേക്കാണ് ഇപ്പോൾ തടസ്സങ്ങൾ മാറി പോകുന്നുണ്ടല്ലോ. പിന്നെ ഓറഞ്ച് കത്തും, പിന്നെ പച്ച കത്തും. നമുക്ക് പോകേണ്ട വഴി ഗ്രീൻ സിഗ്നൽ, നമ്മൾ മുന്നോട്ട്. നെവർ എവർ ഡൈ. ഒരിക്കലും വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്. ലക്ഷ്യം ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്ന പോലെ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് കളിമണ്ണ് പോലെ, ക്ലേ പോലെയാണ്. അത് റൂബിക്സ് ക്യൂബ് പോലെ ഏത് ദിശയിലുമാണ് തിരിച്ചെടുത്ത് മോൾഡ് ചെയ്ത് അവരെ ഒരു ഭാവിയിലെ വരും തലമുറയ്ക്ക് നെക്സ്റ്റ് ഫ്യൂച്ചറിലെ ഓരോ മോദി പോലെയും ഇപ്പോൾ പഠിക്കുന്ന മോഡേൺ ഇന്ത്യ, ട്രംപ്, ഒബാമ, നെൽസൺ മണ്ടേല, എബ്രഹാം ലിങ്കൺ, അങ്ങനെ ഓരോ ആളുകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ചിരഞ്ജീവികളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ലിസൺ ചെയ്യുക. തിങ്ക് അബൌട്ട് ലിസൺ ഹിയർ യുവർ ഹാർഡ് വർക്ക്. സംബഡി യുവർ റൈറ്റ് ആൻഡ് യുവർ നോട്ട് റൈറ്റ്. Observe. Please comparison your friends, your mom, your dad. Please listen. How my future. തേടുക. ഇന്നസിപ്പാടി വരും ഇളം കാട്ടു പൂർവമില്ലേ, ഇളം കാട്ടു പാട്ട് തേടുകൾക്ക് ദിനമും പസീർക്കും അത് തേടി ഉള്ള മുറുകുന്നതേ. അതായത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യം, നമ്മൾ തേടി ഇറങ്ങണം. നമ്മൾ ബൗണ്ടറിയിലിരുന്ന് കളി കാണാൻ കമൻ്റ് അടിക്കാൻ എല്ലാവർക്കും കഴിയും.